വരെ എൻ്റെ പേര് പറഞ്ഞേച്ച് പല അവിഹിത കഥകളും പ്രചരിപ്പിക്കുന്ന ഒരാളാണ് ഉദയം ഫിലിപ്പിൻ്റെ അനുജനായ പ്രതാപനും. ഇവരുടെ ഭാര്യമാരുമായിട്ടോ ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഞങ്ങളുടെ ധീവരസഭയിലില്ല. ഇയാൾ ചുമ്മാതെ കുറേ കളർ കാർഡുണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കുന്നതാണ്. പിന്നെ ഈ ചക്രത്താവിലെ അവർ കൈക്കൂലി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. കൈക്കൂലി തിരുവല്ലായിലുള്ളവർ കൈക്കൂലി വാങ്ങിയേച്ച് കൈക്കൂലി എന്ന് പറയുന്നത് ഈ മുതൽ കുറേ പൈസ കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക, കുപ്പി വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളുടെ കുറേ ആൾക്കാരുണ്ട്, അവരൊന്നും അറിഞ്ഞിട്ട് പോകുന്നില്ല. ഇയാൾ ചുമ്മാ ഈ ഉദയം ഫിലിപ്പ് പിന്നെ ദേവി എന്ന് പറയുന്ന ദേവിയെ മാത്രമേ ഞങ്ങൾ കൺസെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഞങ്ങൾ കൺസെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് അവരുടെ കൂടെ കിടന്ന് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യയുടെ കാര്യം നോക്കി ജീവിക്കുക, പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുക. അല്ലാതെ അയാൾക്കുണ്ടായ കാര്യങ്ങൾ മറ്റൊന്നും മെൻഷൻ ചെയ്യണ്ട. ഇയാൾക്ക് പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇയാൾ ആദ്യം പഠിക്കുന്ന കാലത്തും ഒരു വെച്ച് ചെറിയ ഒരു പെണ്ണുണ്ടായി. എന്നുവെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഇല്ലാത്ത കോപ്രായം കാണിച്ചു വെച്ച് പിന്നെ പറഞ്ഞു വിട്ടതൊക്കെ ഉണ്ട്. ഇയാളുടെ കാര്യം നോക്കുക. ഈ പറയുന്ന ഡോണായോ ഈ പ്രീത എന്ന് പറയുന്ന ഡോണായോ അതുപോലെ തന്നെ രഞ്ജിതയൊന്നും ബന്ധുവൊന്നും അല്ല. അവർ പിന്നെ കാശം എന്നെപ്പറ്റി കള്ളത്തരം പറഞ്ഞും മറ്റും നടക്കുന്നെങ്കിൽ അവരിതുമായിട്ട് ബന്ധമില്ല. അവരൊരു കൊലപാതകത്തിന് വേണ്ടി നടക്കുന്നവരാണ്. അതിന് ഞങ്ങളെ മാധ്യമമായ ഫേസ്ബുക്കിലും വാട്സപ്പിലും മറ്റ് പലതരം യൂട്യൂബിലും ഒക്കെ ഇവർ വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ മാനസിക രോഗിയാണെന്നും മറ്റുമൊക്കെ. അത് ഞങ്ങൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഗ്രൂപ്പിനോട് ബന്ധപ്പെട്ടോളാം. കേസ് കൊടുക്കാനായിട്ട് കേസ് കൊടുക്കും. കേസ് കൊടുത്തയച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ഇയാൾ ഭീഷണിയൊന്നും പെടുത്തണ്ട. ആരെയും വിട്ട് ഭീഷണിയൊന്നും പെടുത്തണ്ട. ഇയാളുടെ കാര്യങ്ങൾ നോക്കി പോവുക. ഇയാൾ എന്നത്തിനായി ഈ പള്ളുരുത്തി വന്ന് കടന്ന് ഇത് ചെയ്യുന്നത്? ഇയാളുമായിട്ട് ഒരു ബന്ധമില്ല. ഇയാൾ പിണറായിയുടെ ബന്ധുവാണെങ്കിൽ ഇയാൾ അവിടെ പോയി പിണറായിയുടെ കാര്യം നോക്കിക്കോളൂ. ഞങ്ങൾക്ക് ബന്ധമൊന്നും പറഞ്ഞു വരിക വേണം. ഞങ്ങൾ അയാളുടെ ജോലി ചെയ്യാനും ഇപ്പം മനസ്സുമില്ല. ഇയാൾ മയക്കുമരുന്നിൻ്റെയോ ഏതാണ്ടിൻ്റെയോ ഒക്കെ എന്നോട് പറഞ്ഞ അക്കൗണ്ട് തന്നെ ആവുന്നു. ഇയാളെ വേറെ ഒരു വിനോദം ദൈവം ഏതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഒന്നും ഇത് വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെയുള്ള പൈസയും വേണ്ട. ഇയാളുടെ കാര്യം നോക്കിക്കോളാം. അല്ലാതെ എന്തു പറയാനാ? മനുഷ്യനായി ജീവിക്കണം. ഞങ്ങളെ എന്നിട്ട് കൊല്ലിക്കാനായിട്ടുള്ള ഒരു വേലകളാണ് ഇയാളെ ഈ കാണിക്കുന്നത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഇങ്ങനെ നാറ്റിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതും അതിനുള്ള പരിപാടിയാണ് ഈ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇപ്പം നടത്തുന്നത് ഇയാളുടെ ഭാര്യയും ഇപ്പം മറ്റുള്ള ആൾക്കാരും നടത്തുന്നു. അത് ഞങ്ങൾ ചെയ്യില്ല മോനെ. പിണറായി ഒന്നും പിന്താങ്ങാൻ ഞങ്ങളില്ല. ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് അതിന് കുറേ കോൺഗ്രസിൻ്റെ ആൾക്കാർക്കും കമ്മ്യൂണിസ്റ്റിലെ ആൾക്കാർക്കും അതുപോലെ തന്നെ BJPയിലെ ആൾക്കാർക്കും ഒക്കെ പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ യൂത്ത് ലീഗുകാർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്താലേ ഇയാൾക്ക് എങ്ങനെ ഈ പൈസ വന്നു എന്നുള്ളത് അന്വേഷിക്കണം. സർക്കാർ ഇപ്പം അടുത്ത ഗവൺമെൻറ് അന്വേഷിക്കണം. ഇയാൾ കള്ളത്തരം കാണിക്കുന്നു. അതിന് ഞങ്ങളാരും സപ്പോർട്ട് ചെയ്യും.